ശരി സുനിൽ, അസ്ലമിലേക്ക് പോകുന്നു. അസ്ലം, സുമോദ് നൽകിയ വിവരമനുസരിച്ച് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ KCയെ പിന്തുണക്കുന്ന MLA-മാർക്കെതിരെ വികാരമുണ്ടെന്ന് പറയുന്നു. അത് ഏറ്റവും കൂടുതലുള്ളത് മലബാറിലാണെന്ന് പറയുന്നു. അക്കാര്യമാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ അഭിജിത്തിനടക്കം കല്യാണ വീടുകളിലടക്കം പോയി ഇത് വിശദീകരിക്കേണ്ടി വരുന്നൊരു ഘട്ടം. ഈ സിദ്ദീഖ്, അതിനകത്ത് പുറത്തു വന്ന ആ ഒരു പേപ്പർ കഷ്ണത്തിനകത്ത് സിദ്ദീഖിന് നേരെ KC എന്ന് എഴുതിയത് കൊണ്ട് സിദ്ദീഖ് പലയിടങ്ങളിലും വിശദീകരിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ ശരിവെക്കുന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രത്തോളം MLA-മാർ സമ്മർദ്ദത്തിലാണ് എന്നതിൻ്റെ എന്ന് നമുക്ക് മനസ്സിലായതാണ്. അത് തന്നെ ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ശരിയായ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ KCക്ക് പിന്തുണ നൽകിയതായി കൃത്യമായ റിപ്പോർട്ട് വന്ന, അല്ലെങ്കിൽ ആ പത്രത്തിൽ വന്ന പടത്തിലൂടെ പുറത്തു വന്ന T സിദ്ദീഖിന്റെയും സന്ദീപ് വാര്യരുടെയൊക്കെ പേരുകളായിരുന്നു. അതിനെ തുടർന്ന് വലിയ തോതിൽ ജനരോഷം അവർക്കെതിരെ ഉയർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ എതിർപ്പുകൾ ഉയർന്നു. പല ഘട്ടത്തിലും അതിന് അവർക്ക് വിശദീകരിക്കേണ്ടി വന്നു. അതേസമയം തന്നെ ആരെയാണ് പിന്തുണച്ചത് വ്യക്തമായി പുറത്തു വരാത്ത ആൾക്കാർക്ക് പോലും, KM അഭിജിത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ആരെയാണ് പിന്തുണച്ചതെന്ന് വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. അതേസമയം ആ ഒരു പേപ്പറിന്റെ AI ജനറേഷൻ കൂടി വന്നപ്പോൾ അതിൽ അഭിജിത്തിന്റെ പേര് വന്നതിനെ തുടർന്നാണ് നാദാപുരത്തെ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള അമർഷം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ 4-5 ദിവസത്തേക്ക് ഇനി KM അഭിജിത്തിനോട് അവിടേക്ക് വരേണ്ട എന്ന് പറയണമെന്ന് പറയുന്നു. വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നു. പലരും ഫോൺ വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. വിവാഹ സ്ഥലങ്ങളിലും മറ്റുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരുന്നു. ഇത് സമാനമാണ് എല്ലാവരുടെയും അവസ്ഥ. എല്ലാ DCC പ്രസിഡന്റുമാരടക്കമുള്ള പലർക്കും വലിയ തോതിലുള്ള ഫോൺ കോൾ വരുന്നുണ്ട്. ഇത് ആരൊക്കെയാണ് KC, കൂടുതൽ MLA-മാരും KCക്കൊപ്പം നിന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രതിഷേധം വരുന്നു. KCക്കൊപ്പമാണെന്ന് അറിയുന്ന നേതാക്കൾക്കെതിരെ പ്രതിഷേധം വരുന്നു. ഈ ഒരു ജനവികാരം എന്ന് പറയുന്നത് തീർച്ചയായും മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ആശങ്ക തന്നെയാണ് ശരിക്കും നേതൃത്വത്തിനുള്ളത്. MLA-മാർ വലിയ സമ്മർദ്ദത്തിലാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യത്തെ ഒരു ആഘോഷ പരിപാടി എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലും സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആഘോഷം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രവർത്തിച്ച പ്രവർത്തകരും അഭിതകാംക്ഷികളും പിൻഗാമികളൊക്കെ പിന്നെ അനുഭാവികളാകുന്നതിന് വലിയ ആഘോഷപൂർവ്വം നടന്ന പരിപാടിയാണ്. അത്തരം പരിപാടികൾക്ക് പോലും മലബാറിൽ നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും ഈ ദിവസങ്ങൾ നടത്തേണ്ടത് പരിപാടി ഇനി സത്യപ്രതിജ്ഞ നടത്താവുന്ന രീതിയിൽ മാറ്റിവെക്കുന്നു. ഒരു നേതാവ് പറഞ്ഞത്, പ്രണയിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം മധുവിധം ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രണ്ടുപേരും അസുഖം പിടിച്ചാൽ എങ്ങനെയായിരിക്കും? ആ ഒരു അവസ്ഥയാണ് ശരിക്കും കോൺഗ്രസിന്റെ MLA-മാർ മലബാറിൽ, പ്രത്യേകിച്ച് മലബാറിൽ, പൊതുവിൽ എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് മലബാറിൽ അനുഭവിക്കുന്നുള്ളതാണ്. അത്രത്തോളം അവർ വലിയ സമ്മർദ്ദത്തിലാണ്. 100-ലധികം സീറ്റിൽ വിജയിക്കുക, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക, അതേസമയം തന്നെ അതിൻ്റെ ആഘോഷം പോലും നടത്താൻ കഴിയാതിരിക്കുക. മാത്രമല്ല, പ്രവർത്തകർ എന്തുകൊണ്ട് നിങ്ങൾ VD പിന്തുണയ്ക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ KCയെ പിന്തുണച്ചു എന്ന ചോദ്യങ്ങൾ നിരന്തരമായി അവർക്ക് മുന്നിൽ വരുന്നു. അത് അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ്. ശരിക്കും ഈ ഫീൽഡിൽ നമുക്ക് കിട്ടുന്നൊരു ഫീല് തന്നെയാണ് ശരിക്കും ആ റിപ്പോർട്ടിൽ വന്നതെന്ന് വേണം പറയാം. എന്തായാലും വലിയ സമ്മർദ്ദം കോൺഗ്രസ് MLA-മാർക്കുണ്ട്. KC പക്ഷക്കാരാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞ സാഹചര്യത്തിൽ അവർക്കെതിരെ ജനറേഷൻ കൂടുതലാണ്. മറ്റുള്ളവരും സമാനമായ രീതിയിൽ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. എന്തായാലും ഫീൽഡിൽ നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദം പതിവില്ലാത്ത വിധം ഉയരുന്നുണ്ട്. അത് VD സതീഷിന് അനുകൂലമാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. അത് മാത്രമല്ല, KCക്ക് പിന്തുണ നൽകിയ ആൾക്കാർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ പ്രകടനങ്ങൾ വേണ്ടതില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ ഒരു തീരുമാനത്തിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നതാവാം. അത് കഴിഞ്ഞാൽ എന്താവും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഒരു പ്രവചനവും നടത്താൻ കോൺഗ്രസ് നേതാക്കൾക്കോ MLA-മാർക്കോ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അടിത്തട്ടിലെ വികാരം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഷാഡോ ഏജൻസി ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ഇനി ആ റിപ്പോർട്ട് ഈ തീരുമാനത്തിൽ, അന്തിമ തീരുമാനത്തിൽ എത്ര കണ്ട് നിർണായകമാകും, എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്ന ഒന്നാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുമോദ് തുടരുന്നുണ്ട്. സുമോദ്, ഈ റിപ്പോർട്ട് ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ കൊണ്ടായിരിക്കണം അതിന്റെ ഫീഡ്ബാക്കും ഇൻപുട്ടും എടുത്തുകൊണ്ട് റിപ്പോർട്ടായി ക്രോഡീകരിച്ച് ഇപ്പോൾ ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഇത്ര കണ്ട് സ്വാധീന ഘടകമായി ഒന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അപ്പോഴും പക്ഷേ കുറേ റിസ്ക് എലമെന്റ്സ് ഇപ്പുറത്തുണ്ട്. ഇനിയിപ്പോൾ ആ ജനവികാരം മാനിച്ചുകൊണ്ട്, അടിത്തട്ടിലെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി VD സതീശനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ തന്നെ മറ്റു 2 പേരെ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴും പണി തന്നെയാണ്. വേഗത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു ഫോർമുല, ഇതും കൂടി വെച്ചുകൊണ്ട് ഒരു ഫോർമുലയിലേക്ക്, ഒരു പാക്കേജിലേക്കൊക്കെ എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഏതായാലും ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന, ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഈ റിപ്പോർട്ട് കൂടി എത്തിയതോടുകൂടി കാര്യങ്ങൾ VD സതീശന് കുറച്ചുകൂടി അനുകൂലമായിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ MLA-മാർ കൂടുതൽ, അവരുടെ വലിയ മെജോറിറ്റിയാണ് KC വേണുഗോപാലിനുള്ളത്. ഇതെങ്ങനെ മറികടന്ന് VD സതീശന് കൂടി അനുകൂലമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം എന്നുള്ള ഒരു ആലോചനയാണ്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് VD സതീശന് സുപ്രധാന വകുപ്പുകൾ, ഒപ്പം
മുഖ്യമന്ത്രി സ്ഥാനവും എന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, വി.ഡി. സതീശൻ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. മറിച്ച് എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് UDF എത്തി എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും വെക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രം വെച്ചാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ ഡൽഹിയിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ ഇനി എന്താണ് സംഭവിക്കുന്നത്. കാര്യം ഈ ഹൈക്കമാൻഡിന്റെ ഇടപെടലോട് ഒരു വെടിനിർത്തൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കനലുകൾ ചാരം മൂടിക്കിടക്കുകയാണ്. ഒരു കാറ്റ് വന്നാൽ മതി ഇത് ഈ ചാരം പറക്കാനും ഇത് തീ ആളിക്കത്താനും ആ രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്താതെ എങ്ങനെ യെസ്, അങ്ങനെ വി.ഡി. സതീശനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്ന് തോന്നലുണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. പ്രത്യേക നിരീക്ഷകരെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നു. കേരളത്തിൽ അടിത്തട്ടിലെ പൾസ് എടുക്കാൻ വേണ്ടി നിയോഗിച്ച നിരീക്ഷകർ ഇപ്പോൾ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൂർണ്ണമായും വി.ഡി. സതീശന് അനുകൂലമാണ്. എന്നുവെച്ചാൽ KCക്ക് അനുകൂലമായി വോട്ട് ചെയ്ത MLA-മാർക്കെതിരെ എതിർ വികാരം അടിത്തട്ടിലുണ്ട്. അത് കാണാതെ പോകരുത് എന്ന് ആ പ്രത്യേക നിരീക്ഷക റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നു. ഇനി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോകുമ്പോൾ ഈ പ്രത്യേക നിരീക്ഷകരുടെ റിപ്പോർട്ട് എത്ര വലിയ സ്വാധീന ഘടകമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുഹമ്മദ് അസ്ലമും സുമോദും ഒപ്പം സുനിൽ ഐസക്കുമാണ് വിശദാംശങ്ങൾ നൽകിയത്.